12:20 ആകുമ്പോൾ അതിനു മുൻപ് എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രകാരം ഈ സോപാന അക്കാഡമിയിൽ തിയോളജിക്കൽ ജയൻസ് ആയിട്ടുള്ള നിങ്ങളുടെയൊക്കെ മുൻപിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം അവസരം നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട KM ജോർജിനോടും പ്രിയ വിജീഷ് അച്ഛനോടും സോപാന അക്കാഡമിയുടെ എല്ലാ ഭാരവാഹികളുടെ പ്രത്യേക സ്നേഹം, നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റ് ഞാൻ യഥാർത്ഥത്തിൽ 2 സബ്ജക്റ്റ് KM ജോർജ് അച്ഛന് നൽകി. അപ്പോൾ അച്ഛൻ ദി റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ. യഥാർത്ഥത്തിൽ ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാനതിന് ദ ന്യൂമറ്റോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ എ ബ്രീഫ് സ്കെച്ച് എന്ന അല്പം ഗ്രീക്ക് വാക്ക് ചേർത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് മാത്രം. ദി റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ, അത് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. 1-2 കാര്യം 2 മിനിറ്റ് എടുത്ത് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യമായി ഡോക്ടർ TJ ജോഷുവ അച്ഛൻ്റെ ഒരു ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. പ്രസംഗങ്ങളൊക്കെ കൊച്ചിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു ക്ലാസ് ഞാൻ കേൾക്കുന്നത് ശാസ്താംകോട്ട സെന്റ് ബേസിൽ ബൈബിൾ സ്കൂളിൽ ഞാൻ 10th പഠിക്കുമ്പോൾ അവിടെ ഒരു 2 months കോഴ്സിന് പോയി. അന്ന് അച്ഛൻ്റെ ക്ലാസ് വാസ് ഓൺ ദി ടൈറ്റിൽ ദ ഹോളി സ്പിരിറ്റ്. അന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഹോളി സ്പിരിറ്റിനെ പറ്റി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട KM ജോർജ് ഈ സബ്ജക്റ്റ് എനിക്ക് വന്നപ്പോൾ ഞാൻ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ KM ജോർജിന്റെ അനുസ്മരണത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കേട്ട ഒരു പ്രസംഗം ഹോളി സ്പിരിറ്റിനെ പറ്റി ആയിരുന്നല്ലോ. അതെനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് തോന്നുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ TJ ജോഷുവ അച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് ഞാനിത് സമർപ്പിക്കുകയാണ്. ദ ന്യൂമറ്റോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ എ ബ്രീഫ് സ്കെച്ച് എന്നാണല്ലോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്. ഹോളി സ്പിരിറ്റ് എന്നുള്ള അർത്ഥമാണ്. പ്രത്യേകിച്ച് സ്പിരിറ്റ് എക്ലീഷ്യോളജി വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് while I was doing my first assessment paper, the third supervisor, he asked me to include spirit ecclesiology in my first assessment paper of my doctoral studies. He told me that it's a relevant term and it's too relevant in this century and we have to add it. After that only I got it approved. എന്ന് പറഞ്ഞാൽ ഈ സ്പിരിറ്റ് എക്ലീഷ്യോളജി, ഹോളി സ്പിരിറ്റിന് there's a good importance ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷും മലയാളം കൂടി ചേർത്തായിരിക്കും ഈ ഒരു 15-20 മിനിറ്റ് പറയുക. ബിക്കോസ് some friends of me are from the northeast and here, so I think I would like to present my presentation in English and Malayalam. The pneumatological interpretation of the scripture a brief sketch. ഞാൻ ആദ്യം തന്നെ ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ന്യൂമറ്റോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ ലെക്സിക്കലായാലും സിൻടാക്സിക്കലായാലും ആ രീതിയിലൊക്കെ നമ്മൾ ഈ വ്യാഖ്യാനം നടത്തുമ്പോൾ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അറേഞ്ച്മെന്റ് ഉണ്ടാവും, ഒരു തിയററ്റിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഹോളി സ്പിരിറ്റ് ഇന്റർപ്രിട്ടേഷൻ, ഇത് ഹോളി സ്പിരിറ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഹൗ ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ബൈബിൾ, അത് മാത്രമാണ് പറയാൻ പോകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം സെന്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 15 to 17. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം സൈമൺ പീറ്റർ, അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ ക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണമാണല്ലോ. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. അറ്റ് ദാറ്റ് ടൈം അവിടെയുള്ള വാക്ക് അഗാപ്പെ എന്നാണ്. പക്ഷെ പത്രോസ് കൊടുക്കുന്ന ഉത്തരം 16-17 വാക്യങ്ങൾ വരുമ്പോൾ തിരിച്ച് ഫിലയോ എന്ന വാക്കാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞാൽ തിരിച്ച് മറ്റൊരു വാക്കാണ് കൊടുക്കുന്നത്. ഒരു വാക്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, പക്ഷെ മറ്റൊരു വാക്കിൽ ഉത്തരം കൊടുക്കുന്നു. ആ ഒരു ഡയലം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, അവിടെ പോയോ എന്ന് ചോദിച്ചാൽ യെസ് ഞാൻ പോയി, അതേ വാക്കിലാണ് സാധാരണ നമ്മൾ ഉത്തരം കൊടുക്കാറുള്ളത്. പക്ഷെ അവിടെ എന്താണ്, ക്രിസ്തു ചോദിക്കുന്ന ചോദ്യത്തിന് പത്രോസ് കൊടുക്കുന്ന ഉത്തരം വേറൊരു വാക്കിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറയും,
പത്രോസിന്റെ ഉള്ളിലെ ഒരു പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം അവന്റെ ഉള്ളിലുള്ള ആ ഭാവം പുറത്തു വരാനിടയായി. കർത്താവ് ചോദിക്കുക അഗാപ്പെ, അത് ഗോഡ്സ് ലവ് ആണ്, നമുക്കറിയാം, അത് കണ്ടീഷൻ ഇല്ലാത്തൊരു. പക്ഷേ ഫിലോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിയർലി ലവ്. അല്പം നീരസമൊക്കെ ചിലപ്പോൾ സംഭവിക്കാം, അങ്ങനെ ഒരു ലവ് ആണ്. ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു പരിശുദ്ധാത്മാവിന്, പറഞ്ഞതിൽ തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ തിരികെ ഉത്തരവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ എന്താണോ അത് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് ഞാൻ ആ വേദഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാന അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ഹോളി സ്പിരിറ്റ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ റിയൽ ഔട്ട്കംസ് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് എനിക്ക് തുടക്കത്തിൽ തന്നെ ഇതുമായിട്ട് റിലേറ്റ് പറയാനുള്ളത്, ദ റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് കൊണ്ടുവരുന്നത് ദ റിയൽ ഔട്ട്കം ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് സമർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. The literature on biblical interpretation is massive. നമുക്കറിയാം, a lot of books deals with critical issues, questions related to hermeneutics. But comparatively, a small attention is given to the role of Holy Spirit in hermeneutics. അതുകൊണ്ട് ഈ ഇന്റർപ്രിട്ടേഷനിൽ ഹോളി സ്പിരിറ്റിന് കുറച്ച് പ്രാധാന്യം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ, 3 മേഖലയായിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ 15 മിനിറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ പേപ്പർ തിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, I will discuss the contemporary discussion on the Holy Spirit's role in hermeneutics. What's the contemporary, അല്ലെങ്കിൽ what's the relevance of role of Holy Spirit in hermeneutics or interpretation. Number 2, some basic theological assumptions of the Holy Spirit's role in this interpretation, and what is the specific role of Holy Spirit interpretation. ഈ 3 കാര്യം 5 അങ്ങനെ 5 മിനിറ്റ്സ്, അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, അതെൻ്റെ ഒരു ബ്രീഫ് സ്റ്റഡിയാണ്. ഞാൻ അതിനകത്തിൽ ഏതാണ്ട് ഒരു 10-12 പേജുള്ള ഒരു പ്രസന്റേഷനാണ് യഥാർത്ഥത്തെ കയ്യിൽ. അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോമാണ് നിങ്ങളുടെ കയ്യിൽ 3 പേജിലായിട്ട് ഞാനത് ചുരുക്കി തന്നിരിക്കുന്നത്. ഫസ്റ്റ്, എ കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ഹെർമെനൂട്ടിക്സ്. പ്രത്യേകിച്ച് the role of Holy Spirit, according to some scholars, is to enable the reader change his or her heart so that he or she would be willing to accept the message of the gospel. യഥാർത്ഥ മെസ്സേജ് എന്താണോ അത് തിരിച്ചറിയുവാൻ വേണ്ടി the heart, making their heart prepared, അതാണ് യഥാർത്ഥത്തിൽ the role of Holy Spirit എന്ന് മിക്കവാറും എല്ലാ തിയോളജൻസിന്റെയും സമർത്ഥിക്കുന്നത്. That means illumination. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് എങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദ മീനിങ്, അത് പല രീതിയിൽ പറ്റും. ടു ഇല്യൂമിനേറ്റ് അവർ മൈൻഡ്, ഇറ്റ്സ് ദ ഏരിയ ഓഫ് ഇമോഷൻ ഓർ ആപ്ലിക്കേഷൻ ഓഫ് ദി മീനിങ് ഓഫ് ദി ടെക്സ്റ്റ് ടു ലൈഫ്. Some others refer to this role as the Spirit's activity of actualization. Illumination and actualization. യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റ് അതാണ് നിർവഹിക്കുന്നത്. What is actual ആയിട്ട് സംഭവിക്കുന്നത്, അതാണ് ഹോളി സ്പിരിറ്റ് കൊണ്ടുവരുന്നത് എന്നാണ് മിക്കവാറും സ്കോളേഴ്സ് ഒക്കെ അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ, what is the area of the significance? ഇല്യൂമിനേഷനിലൂടെ സിഗ്നിഫിക്കൻസിലേക്ക്, ഒരു ടെക്സ്റ്റിന്റെ ഇല്യൂമിനേഷനിലൂടെ സിഗ്നിഫിക്കൻസിലേക്കുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ ഹോളി സ്പിരിറ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ, ടു ഡിസേൺ ദ ട്രൂ മീനിങ് ഓഫ് ദി ബിബ്ലിക്കൽ ടെക്സ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഞാൻ ഫിലയോടെയും അല്ലെങ്കിൽ അഗാപ്പയുടെയും ഉദാഹരണം എടുത്തത് തന്നെയാണ്. ഉള്ളിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ എന്താണോ, യാഥാർത്ഥ്യമായിട്ടുള്ള എന്താണോ അത് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഗൈഡ്ഷിപ്പ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിലും അതാണല്ലോ. ജീസസ് ടോട്ട് ദാറ്റ് ദി ഹോളി സ്പിരിറ്റ് when he comes will guide his followers into all truth. സത്യത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തു തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 2-3 തിയോളജിയൻസ്, 2-3 സ്കോളേഴ്സിനെ കൂടി ഒന്ന് ഈ ഭാഗത്ത് കോട്ട് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഓസ്കാർ കൾമൻ അദ്ദേഹം സ്പെസിഫിക് റോൾ ഓഫ് സ്പിരിറ്റ്, അത് കണ്ടംപററി ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്
അദ്ദേഹം സമർത്ഥിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനെ കണ്ടംപററി ലാംഗ്വേജ്, അതാണ് സ്പിരിറ്റിന്റെ പ്രവർത്തനം എന്നാണ് അദ്ദേഹം കൾമാൻ പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫിലയോ ആൻഡ് അഗാപ്പെ, കണ്ടംപററി ലാംഗ്വേജിലേക്ക് ഉള്ളിന്റെ ഉള്ളിലുള്ള ആക്ച്വൽ സാധനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതിൽ സ്പിരിറ്റ് ഹെൽപ്സ് ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെക്സ്റ്റ് ഇൻ ദ ഏരിയ ഓഫ് എക്സിജിസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ത്രൂ ദ ഗ്രാമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഓൾസോ കൾമാൻ സജസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് creates as the attitude or walk alongside with the reader to accept the interpretation of others. അപ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റുള്ള ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തക്കണം, റിയൽ കോണ്ടെക്സ്റ്റ് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തക്കവണ്ണം കഴിയും. അതാണ് കൾമന്റെ ഒബ്സർവേഷൻ ആയിട്ട് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായിട്ട് മറ്റൊരു സ്കോളർ ഉണ്ട്, E.D. Hirsch, HIRCH എന്നാണ്. അദ്ദേഹം he makes a distinction between meaning and significance. അതായത് he defines the meaning as the original message and the author intended to communicate. Significance has to do with the implication or relevance of the meaning of that message to the present reader in his or his present context. അതായത് what is the relevance of meaning and significance, ഇതിനെ ഒന്ന് ഡിസേൺ ചെയ്ത് കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതാണ് E.D. Hirsch നമ്മളോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീനിങ് മീൻസ് ദ ഒറിജിനൽ മെസ്സേജ് ദ ഓതർ ഇന്റൻഡഡ് ടു കമ്മ്യൂണിക്കേറ്റ്, ആൻഡ് സിഗ്നിഫിക്കൻസ് പ്രസന്റ് ആയിട്ട് എന്താണോ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ എന്ത് കൊണ്ടുവരാൻ കഴിയുമോ അതിനെയാണ് സിഗ്നിഫിക്കൻസ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം കണ്ടംപററി ആയിട്ടുള്ള റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് കൊണ്ടുവരുന്നത് മാത്രം. മൂന്നാമതായിട്ട് റോയ് ബി സക്ക്, അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അദ്ദേഹം അനേകം കാര്യങ്ങൾ, സാൽവേഷൻ, സ്പിരിച്വൽ മെച്യൂരിറ്റി, ഡിലിജൻസ്, കോമൺ സെൻസ്, ലോജിക്, ഹംബിൾ, ഇങ്ങനെ തുടങ്ങി 14 കാര്യങ്ങളെ പറ്റി ഈ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ കുറെ ഏറെ തിയോളജിയൻസ് അല്ലെങ്കിൽ ഈ സ്കോളേഴ്സിന്റെ കുറെ കാര്യങ്ങളാണ് കണ്ടംപററി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനം എങ്ങനെ നമ്മുടെ ഇന്റർപ്രിട്ടേഷനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ആദ്യ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് സം ബേസിക് തിയോളജിക്കൽ അസംഷൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്സ് റോൾ ഇൻ ഹെർമെനൂട്ടിക്സ്. ആദ്യം കണ്ടംപററി ഏരിയ, ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ്. യഥാർത്ഥത്തിൽ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇല്യൂമിനേഷൻ, സിഗ്നിഫിക്കൻസ്, ഗൈഡൻസ് ആൻഡ് എംപവർമെന്റ്. അതാണ് ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന 4 വാക്കുകൾ. ഇല്യൂമിനേഷനിൽ നിന്നും സിഗ്നിഫിക്കൻസിലേക്ക്, ഗൈഡൻസ് ആൻഡ് എംപവർമെന്റ്, ഈ 4 ചാനലിലേക്ക് നമ്മുടെ ഇന്റർപ്രിട്ടേഷനെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതാണ് ആദ്യ ഭാഗം. രണ്ടാമതായിട്ട് some basic theological assumptions of the Holy Spirit's role in hermeneutics. കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാം. ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഹോളി സ്പിരിറ്റിനെ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത്. If the Spirit guided the writings of Scripture so that its message and truth were preserved, then He would also guide the interpretation of the message of Scripture so that the truth is wanted to communicate is understood to embody the Scripture in our specific context. തിയോളജിക്കലായിട്ട് നമ്മൾ അതിനെ ഹോളി സ്പിരിറ്റിനെ കൊണ്ടുവരുമ്പോൾ വാട്ട് ഈസ് എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്, ആ സ്പെസിഫിക് കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ തിയോളജിക്കലായിട്ട് ഹോളി സ്പിരിറ്റ് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ റോൾ എന്തൊക്കെയാണ് ഈ തിയോളജിക്കലായിട്ട് ഹോളി സ്പിരിറ്റ്? നമ്പർ 1, ഹോളി സ്പിരിറ്റ് ആസ് ദി റിവീലർ ഓഫ് ട്രൂത്ത് മേക്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദാറ്റ് ട്രൂത്ത് പോസിബിൾ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇന്റർപ്രിറ്റർ ക്യാൻ ഡിസേൺ the activity. The Holy Spirit has the role to discern the activity to the interpreter. അതാണ് ഈ തിയോളജിയൻസ് ഒക്കെ യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റ് എങ്ങനെ ഇന്റർപ്രിട്ടേഷനെ സഹായിക്കും എന്നുള്ളതിന് സജസ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല പിന്നീടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. അവിടെ ജീസസ് taught of the specific role of the Holy Spirit would play in the lives of the disciples by reminding them of teachings and guiding them to all truth. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൂത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:16, അതുപോലെ തന്നെ 15:26 ഹോളി സ്പിരിറ്റ് ആസ് ദി ഹെൽപ്പർ. ഇന്റർപ്രിട്ടേഷനിലും ഇത് തന്നെയാണ് സഹായിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The Holy Spirit's work is guiding and leading the church to discover the meaning of the God's word and to apply that meaning to the life of the community of faith is an ongoing activity. വീണ്ടും പറയാൻ, ഇറ്റ്സ് an ongoing activity. കാരണം ലീഡിങ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, ആ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനമെന്നാണ്. ഓൾസോ 2 Timothy 3:15, 2 Peter 2:20, അവിടെ എല്ലാം ഹോളി സ്പിരിറ്റിന്റെ വർക്കിനെയാണ് കൂടുതലായിട്ട് അവിടെ പെർസീവ് ചെയ്തിരിക്കുന്നത്.
Another thing, the divine and human authorship of scripture requires the active role of spirit to guide the interpreter to interpret the word correctly. ഒരു വാക്കുണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ തക്കവണ്ണം സഹായിക്കുന്നത് ഒരു ആത്മാവിന്റെ പ്രവർത്തനമെന്നാണ്. അത് ഞാൻ ആദ്യം തന്നെ ഉദാഹരണം സൂചിപ്പിച്ചതുമായിട്ട് വന്ന് വീണ്ടും നമുക്ക് അത് തന്നെ എടുക്കാം. The scripture affirms the difficulty of the unregenerated person to understand the spiritual truth without the aid of the Holy Spirit. എന്ന് പറഞ്ഞാൽ ഈ അസംഷനിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് 2 Corinthians 4:4 അവിടെ എല്ലാം നമുക്കറിയാം, the unregenerated person under the influence and control of Satan or the evil spirit, who Paul describes as the god of this world, has blinded the non-believers so they cannot see and understand the gospel message. If this human condition is so, then it is possible for the devil to conceal the meaning of God's word or influence people to misunderstand and misapply the word. 2 Corinthians 4:4 എന്ന് പറഞ്ഞാൽ അവിടെ the god of this world Satan ആണ് എങ്കിൽ, അവിടെ ഹോളി സ്പിരിറ്റ് ഇല്ല, the god of this world Satan ആണ് എങ്കിൽ, ഹ്യൂമൻ കണ്ടീഷൻ അങ്ങനെ ആകുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്റർപ്രറ്ററിന് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ, മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മിസ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ the spirit enhances and empowers the reader to accept and embody the truth in life എന്ന് പറഞ്ഞാൽ softening the hard heart of the individual interpreter and the community, enabling them to see things that they would prefer to miss because these things will demand a change in commitments. ഇന്റർപ്രിട്ടേഷനിൽ ഒരു ഹാർഡ് ഹാർട്ടിനെ സോഫ്റ്റൻ ചെയ്യാനുള്ള ഒരു ചിന്ത കൂടി ഈ ഹോളി സ്പിരിറ്റ് നൽകുന്നുണ്ട്. The Holy Spirit's voice comes in and through scripture. And the final thing, the relationship between Holy Spirit and the exegesis. In the exegetical task, the Holy Spirit guides and directs the entire process of interpretation of biblical text. His role in the exegetical process is not passive. The Holy Spirit plays an active role in guiding and directing the exegete through the interpretive process. In helping the exegete, the Holy Spirit does not circumvent the human interpretive process. അങ്ങനെ പല രീതിയിൽ ഈ കാര്യങ്ങളിലെല്ലാം ഹോളി സ്പിരിറ്റ് ഗൈഡാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി, മേക്കിംഗ് ദി ഹാർഡ് ഹാർട്ട് സോഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോളി സ്പിരിറ്റ് സഹായിക്കുന്നു. ഹൗ ഡു വി നോ ദി ഹോളി സ്പിരിറ്റ് ഹാസ് ലെഡ് ടു എ വാലിഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി വേർഡ്? എങ്ങനെയാണ് ഒരു വാലിഡ് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഹോളി സ്പിരിറ്റ് മുഖേന കിട്ടിയോ എന്നുള്ളത് അറിയാൻ? അത് Acts 5, I took Acts 5 as an example. അവിടെ നമുക്കറിയാം ഗമാലിയലുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, where Gamaliel advised Sanhedrin as to how they should deal with Jesus followers. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടോ കൂടെയുള്ളവരോടോ എങ്ങനെ ആണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് ഗമാലിയൽ അവിടെ എല്ലാവരോടും അഡ്വൈസ് ഉണ്ട്. He asked the Sanhedrin to exercise patience, for time would prove if the movement is from God or not. Also, it is a form of patient discernment. എന്ന് പറഞ്ഞാൽ ഒരു ഡിസേൺമെന്റ്, ഇതുവരെ ഡിസേണിങ് തിങ്സ് എന്നുള്ളതാണ് ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്തിരുന്നത്. പക്ഷെ പേഷ്യന്റ് ഡിസേൺമെന്റിലേക്ക് ഗമാലിയൽ എങ്ങനെയാണോ കൂടെയുള്ള ഒരു ഗൈഡൻസ് കൊടുത്തത്, അതുപോലെ ഒരു പേഷ്യന്റ് ഡിസേൺമെന്റിലേക്ക് ഈ ഹോളി സ്പിരിറ്റ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആൻഡ് ഓൾസോ കമ്മിങ് ടു ദ ലാസ്റ്റ് പോർഷൻ, ആൻഡ് എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് ഒരു സ്പെസിഫിക് റോൾ, എന്ത് സ്പെസിഫിക് റോളാണ് ഹോളി സ്പിരിറ്റ് ഇന്റർപ്രിട്ടേഷനിൽ സഹായിക്കുന്നത്? The biblical term that seems to speak to the work of the Holy Spirit and understanding the scripture. That in relation to interpretation and understanding, God opening the eyes of people or opening their understanding. Matthew 13:15, John 12:40 and Acts 28:27. എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഓഫ് ദി ഐ, യഥാർത്ഥത്തിൽ അതാണ് ഹോളി സ്പിരിറ്റിന്റെ വർക്കായിട്ട് ഇന്റർപ്രിട്ടേഷനിൽ നടക്കേണ്ടത്. God opening the eyes of people or opening their understanding. Eyes of people means to open the understanding, open the heart of the interpreter. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഹോളി സ്പിരിറ്റിന്റെ യഥാർത്ഥ പ്രവർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. അതുകൊണ്ട് the Holy Spirit has been at work throughout the history of the church, giving illumination and guidance to the Christian community and empowering them to fulfill the purposes of God. അതുകൊണ്ട് ഒരു ഇല്യൂമിനേഷൻ, അതോടൊപ്പം തന്നെ ഒരു ഗൈഡൻസ്, ഒരു സിഗ്നിഫിക്കൻസ് ആൻഡ് ദ എംപവർമെന്റ്. ഈ ഒരു ഞാൻ ആദ്യം എൻ്റെ അബ്സ്ട്രാക്ട് അത് പറഞ്ഞിരിക്കുന്ന ആ 4 വാക്കുകൾ, അതിലേക്കുള്ള
ഒരു റോളാണ് യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റ് നിർവഹിക്കുന്നത്. ഇലൂമിനേഷനിലും സിഗ്നിഫിക്കൻസും ഗൈഡൻസും എംപവർമെന്റ് അതായിരിക്കണം ഹോളി സ്പിരിറ്റ് ഒരു ഇന്റർപ്രറ്ററിന്റെ മനസ്സിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ദ റോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം എങ്ങനെ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ചുരുക്കത്തില് ജെറിൻ ജോണസിന് നമ്മളെ പഠിപ്പിച്ചത് തിരുവചനത്തിന്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവിന്റെ കൃപയിലുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണ്. അതിന്റെ വിശദമായ അച്ഛന്റെ പേപ്പേഴ്സ് പിന്നീട് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ദിവസം അച്ഛന്മാരാണ് പൊതുവെ എല്ലാ പ്രസന്റേഷനും നടത്തുന്നത്. ഒരു ലേമാൻ മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധേയനാണ്. അതല്ലാതെയും അദ്ദേഹം വളരെ ശ്രദ്ധേയനാണ്. കണ്ടനാട് പള്ളിയിലെ അംഗമാണ്. കൊച്ചിൻ ബിനാലയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ CEO ആയിരുന്നു. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏൻഷ്യൻ ചർച്ചിന്റെ ഫെയ്ത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഡിഗ്രി എടുത്തതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നതും പെട്രിസ്റ്റിക് ഇന്റർപ്രിട്ടേഷനെ പറ്റിയാണ്. ആൻഡ് വി വെൽക്കം യു. താങ്ക് യു ഫോർ കമ്മിങ്.